അപ്പോൾ വെൽക്കം ടു എ പുതിയ വീഡിയോ. ഇന്ന് നമുക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡെക്കോറും ക്രാഫ്റ്റ്സും ഒക്കെ ഉണ്ടാക്കാം. ഫസ്റ്റ് വണ്ണായിട്ട് തന്നെ ഇവിടെ ഞാൻ ഒരു സിമ്പിൾ സ്റ്റാറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതല്ലെങ്കിലും ഉണ്ടാക്കുന്നതെല്ലാം സിമ്പിളാണല്ലോ. നിങ്ങൾക്കും കൂടി ഉണ്ടാക്കാൻ പറ്റുന്നതല്ലാണ്ട് കുറച്ച് കടുപ്പപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് എന്തിനാ, വല്ല ഉപകാരം ഉണ്ടോ? അപ്പോൾ ഇതല്ലേ നല്ലത്. അപ്പോൾ കുറച്ച് ഐഡിയാസൊക്കെ ഇത്താത്ത പറഞ്ഞുതരാം, നിങ്ങൾ അതുപോലെ അങ്ങ് ഉണ്ടായിക്കോ. അപ്പോൾ 5 പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. അതിന് ഓരോന്നിനും ഇങ്ങനെ മുകളിലായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചേറെ ക്ഷമയോടെ കാത്തിരിക്കണം. പെട്ടെന്ന് തന്നെ സ്റ്റാറിനെ അങ്ങ് നിവർത്താൻ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് നിവർന്നു പോകും. സ്റ്റാറിന് ഷേപ്പും ഉണ്ടാവില്ല. ഇനി ഇങ്ങനെ ഈ 2 അറ്റവും കൂടി അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി സിമ്പിൾ സ്റ്റാർ കിട്ടി. ഉണ്ടാക്കാനും വലിയ പണിയൊന്നുമില്ല, സിമ്പിളാണ്. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, ഞാൻ സിമ്പിളാണല്ലോ ഉണ്ടാക്കല്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒരു വാൾ ഡെക്കോറാണ്. ഈ സാധനം ഉണ്ടാക്കിയാൽ 2 ഉപകാരമുണ്ട്. ഇത് നമുക്ക് ഒരു വാൾ ഡെക്കോറായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ ക്രിസ്മസ് ട്രീ ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. സിമ്പിളാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇന്ന് 23 ഡിസംബർ ആയല്ലേ, ഇനി 2 ദിവസമല്ലേ ഉള്ളൂ. 2 ദിവസമില്ല, ഡെക്കോർ ചെയ്യലൊക്കെ നാളത്തേക്ക് തീർക്കണ്ടേ. അപ്പോൾ ഇപ്പോൾ തന്നെ പോയിട്ട് ഇതൊക്കെ ഉണ്ടായിക്കോട്ടോ. ശരിയാണ്, ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടാൻ കുറച്ച് ലേറ്റായി. കുറച്ചധികം തന്നെ ലേറ്റായി. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കണ്ണിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടാൻ ലേറ്റായത്. അല്ലെങ്കിൽ ഞാൻ അതിന് മുമ്പേ ഈ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടാവുമായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ദെൻ നെക്സ്റ്റ് വൺ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് കാർഡ് ഐഡിയ ആണ്. എനിക്ക് തോന്നുന്നു ഇന്ന് നിങ്ങളുടെ സ്കൂളൊക്കെ പൂട്ടാന്നല്ലേ. മേ ബി ഇത് നിങ്ങൾക്ക് ക്രിസ്മസിന് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ വിഷസ് മാത്രം മാറ്റി എഴുതിയിട്ട് ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ ന്യൂ ഇയറിന് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുത്തോ. സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസിന് തന്നെ ഗിഫ്റ്റ് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു സ്കെച്ച് പെന്നിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചില സമയത്ത് അത് വർക്കാവില്ല. റെഡിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡും കൂടി ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. അപ്പോൾ ഇങ്ങനെ ഈ കാർഡ് നിങ്ങൾക്ക് ഇഷ്ടമായോ? എന്നാൽ നമുക്ക് അടുത്തൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം. ഇതിന് നമുക്ക് വേണ്ടത് വേറൊരു A4 ഷീറ്റും പിന്നെ കുറച്ച് ഗ്രീൻ കളർ പേപ്പറും മാത്രമാണ് കേട്ടോ. A4 ഷീറ്റിനെ ഒന്നിങ്ങനെ ചുരുട്ടിയെടുക്കുക, എന്നിട്ട് ഗ്രീൻ കളർ പേപ്പറിനെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ചുറ്റും ഒട്ടിച്ചു കൊടുക്കുക. കഴിഞ്ഞു. സിമ്പിളായിട്ട് ക്രിസ്മസ് ട്രീ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ഇതിലും സിമ്പിളായിട്ടുള്ളൊരു വഴി വേറെ ഇല്ലാന്ന് തോന്നും. അപ്പോൾ അങ്ങനെ ക്രിസ്മസ് ട്രീയും റെഡിയായി. ഇനി എന്താ വേണ്ടേ? ഇനി നമുക്ക് ക്രിസ്മസ് ട്രീയുടെ തീമിൽ ഒരു കാർഡ് ചെയ്യാം. അപ്പോൾ കാർഡിൽ ക്രിസ്മസ് ട്രീ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളർ പേപ്പറിനെ ഇങ്ങനെ മുറിച്ചിട്ട് ഈ ഒരു ലെവലിൽ വരഞ്ഞു കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു കാർഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, സംഭവം ഒരു ക്രിസ്മസ് ട്രീ പോലെ ആയില്ലേ. ഇനി ഒരു സ്റ്റാർ കൂടി ഒട്ടിച്ചു കൊടുത്തു. ഈ ഡോട്ട് ഇട്ട് കൊടുക്കുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണോ? എന്നാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ, ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യും. പിന്നെ ഈ വിഷ് എഴുതാൻ എന്തായാലും മറന്നു പോകണ്ട. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് റീത്താണ്. അതന്നെ സാധനം, ആ ഒരു ക്രിസ്മസ് ഡെക്കറിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു സർക്കിൾ ഷേപ്പിൽ ലീവ്സ് ഒക്കെ വെച്ചിട്ടുള്ള സാധനം ഇല്ലേ, അതിൻ്റെ ഒരു ക്രാഫ്റ്റ് ഐഡിയ. പക്ഷെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ തിരിച്ച് വെച്ച് കുറച്ച് ഗമ്മ് തേച്ച് ഒന്ന് തിരിച്ചൊട്ടിച്ചു കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. അത് കുറച്ച് ടാസ്ക്കാണ്. ഇതെങ്ങനെ കുറച്ചൊന്ന് ട്രൈ ചെയ്താൽ ഇതുപോലെയെങ്കിലും കിട്ടും. എന്നിട്ട് അതിൻ്റെ 2 അറ്റവും കൂട്ടി ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു കുഞ്ഞ് ബോ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക. ഈ ബോ നിങ്ങൾക്ക് റിബൺ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഈ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഏതാ ഏറ്റവും ഇഷ്ടമായി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വേണ്ട.